പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 6ാം ക്ലാസ് ഗണിതത്തിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസർ ചെയ്യുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ത്രികോണത്തിലെ ഒരു കോൺ 40 ഡിഗ്രിയാണ്. അപ്പോൾ തന്നിട്ടുണ്ട്, ഒരു ത്രികോണം വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലെ ഒരു കോൺ 40 ഡിഗ്രി ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് എന്നാണ്. 1/9 1/9 പാർട്സ് 1/9 ഭാഗമാണ്. രണ്ടാമത്തത് ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകളുടെ അളവുകൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 70 ഡിഗ്രിയാണ്. എത്രയാണ്? 70 ഡിഗ്രിയാണ്. മൂന്നാമത്തെ, ഇത്തരം വലിയ ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ എത്ര ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം എത്ര ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയും? 9 ത്രികോണങ്ങൾ, 9 ട്രയാങ്കിൾസ് വരയ്ക്കാൻ കഴിയും. നെക്സ്റ്റ്, വൃത്തത്തിലെ ത്രികോണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രികോണത്തിലെ ഒരു കോൺ മട്ടകോണാണ്. ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമാണ്. ത്രികോണത്തിൻ്റെ 3 വശങ്ങളും തുല്യമാണ്. ത്രികോണത്തിൻ്റെ 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 2ഉം 4ഉം ശരിയാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള ഒരു ടാങ്കിൻ്റെ അകത്തെ നീളം, വീതി, ഉയരം എന്നിവ യഥാക്രമം 90 സെൻറ്റിമീറ്റർ, 70 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ടാങ്കിൻ്റെ ഉള്ളളവ് എത്ര? ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ് ഇല്ലേ. വോളിയം കാണാനുള്ളത് എന്താണ് ഇക്വേഷൻ? വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L × B × H അല്ലേ. ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്, നീളം × വീതി × ഉയരം. അപ്പോൾ ടാങ്കിൻ്റെ ഉള്ളളവ് എത്രയെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90 × 70 × 50 അല്ലേ. 3ഉം കൂടി ഗുണിക്കുക. അപ്പോൾ കിട്ടുന്നു അത്രയും സെൻറ്റിമീറ്റർ എന്ന്, ഘന സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഘന സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 90 × 70 × 50 ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ്, ഈ ടാങ്കിൽ ഇപ്പോൾ 189 ലിറ്റർ വെള്ളമുണ്ട്. ടാങ്കിൽ എത്ര ഉയരത്തിലാണ് വെള്ളമുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാം കേട്ടോ. ക്വസ്റ്റ്യന് നമുക്ക് ലിറ്ററിലേക്ക് മാറ്റിയിട്ട് 315 ലിറ്ററിന് ഉത്തരം എഴുതിയാലും ഉത്തരം ശരിയാണ് കേട്ടോ. 315 ലിറ്ററിന് എഴുതിയാലും ഉത്തരം ശരിയാണ്. മുകളിൽ കിടക്കുന്നത് എഴുതിയാലും ഉത്തരം ശരിയാണ്. ഇനി രണ്ടാം ബി ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ടാങ്കിൽ 189 ലിറ്റർ വെള്ളമുണ്ട്. ടാങ്കിൽ എത്ര ഉയരത്തിലാണ് വെള്ളമുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 189 × 1000 / 19 × 70 ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 30 സെൻറ്റിമീറ്ററിന് ഉത്തരം കിട്ടും. ഇനി സി നോക്കാം. ടാങ്കിൻ്റെ നീളം, വീതി, ഉയരം എന്നിവ ഇരട്ടിയാക്കി മാറ്റിയാൽ അതിൻ്റെ ഉള്ളളവിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളളവ് അപ്പോൾ 8 മടങ്ങ് ആകും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി നെക്സ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ, 12/15 ലഘുരൂപം കിട്ടുന്നതിന് അംശത്തെയും ഛേദത്തെയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണം എന്നാണ് ചോദിച്ചിട്ടിരിക്കുന്നത്. ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണം? നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഏതാണ്? 3 കൊണ്ട്. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കേണ്ടത്? 3 കൊണ്ട്. നെക്സ്റ്റ്, 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം 8 കേക്ക് എത്ര പേർക്ക് തുല്യമായി വീതിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 പേർക്ക്. അതിൻ്റെ ആൻസറും 3 പേരാണ്. 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം 8 കേക്ക് എത്ര പേർക്ക് തുല്യമായി വീതിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണെന്ന് വെച്ചാൽ 3 പേർക്ക് എന്നാണ് ഉത്തരം. ഇനി യൂണിഫോമിൻ്റെ ഷർട്ടിനായി 42 മീറ്റർ തുണി കൊണ്ടുവന്നു. അത് 24 കുട്ടികൾക്ക് തുല്യമായി മുറിച്ചു നൽകി. ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടിക്കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
42 മീറ്ററാണ് ഉള്ളത്, അത് 24 കിട്ടും. അപ്പോൾ 42/24 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7/4 കിട്ടും. 7/4 നമുക്കിനി എന്താണ് വീണ്ടും ചുരുക്കാം. അപ്പോൾ എങ്ങനെയാണ്? 1/3/4 എഴുതാം. അപ്പോൾ 1/3/4 എഴുതിയാലും 7/4 എഴുതിയാലും ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ഒരു പ്രസ്താവനയും അതിൻ്റെ കാരണവും ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവന 24/36 ലഘുരൂപമാണ് 2/3. കാരണം 24ൻ്റെയും 36ൻ്റെയും വലിയ പൊതുഘടകമായ 12 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിച്ചതാണ് 2/3. ഇവിടെ ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനയും കാരണം എന്നുണ്ട്. ഇതിൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ രണ്ട് ശരിയാണോ എന്നാണൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. ഇനി നെക്സ്റ്റ്, അല്ലെങ്കിൽ 1/3, 1/5 എന്നിവയുടെ ഒരേ ഛേദമുള്ള രണ്ട് രൂപങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? 1/3, 1/5 എന്നിവയുടെ ഒരേ ഛേദമുള്ള രണ്ട് രൂപങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഒന്നാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം. 5/15, 3/15. 15 അല്ലേ? 5 5/15, 3/15. രണ്ടാമത്തെ 10/30, 6/30. ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി ബി. 2/3 പല രൂപങ്ങളിൽ 21/27 ഉണ്ടാകുമോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, ഉണ്ടാകില്ല അല്ലേ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇല്ല, അതായത് 2/3 അംശത്തെയും ഛേദത്തെയും, അതായത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടില്ല? 21/27 കിട്ടില്ല. അതങ്ങനെ എഴുതണം. മനസ്സിലായി? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെ ഒരേ സംഖ്യ കൊണ്ട്, 2/3 ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 21/27 കിട്ടില്ല എന്ന് എഴുതണം. ഇനി സി. AB കോളങ്ങൾ യോജിപ്പിച്ച് എഴുതിയതിൽ ശരി ഏത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏതാണ്? പി ഏതിനാണ് ഈക്വല്? പി ഇസഡ് ആണ്. 3നെ 4 തുല്യഭാഗങ്ങളാക്കിൽ ഒന്ന് 3/4 ആണ്. 4നെ 3 തുല്യഭാഗങ്ങളാക്കിയതിൽ 1 എന്നുള്ളത് ഏതായിരിക്കും? Q എന്ന് പറയുന്നത് ഏതായിരിക്കും? X ആയിരിക്കും. ഇനി 6 എന്ന് പറയുന്നത് 1നെ 3 തുല്യഭാഗങ്ങളാക്കിയതിൽ 2 എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പോൾ 2/3 Y ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. PZQX6Y. ഇതാണ് ശരിയായ ഉത്തരം. ഇനി നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1/2 + 1/4 = 3/4. 3/4 + 1/8 = 7/8. 7/8 + 1/16 = 15/16. ഈ പാറ്റേണിൽ അടുത്ത രണ്ട് വരികൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1, 3, 7 ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇത് ഏതായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് 15/16 + 1/32 = 31/32. അടുത്തത് 31/32 + 1/64 = 63/64. ഇതാണ് അടുത്ത രണ്ട് വരികൾ എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ പാത്രത്തിലും പാലുണ്ട്. വലിയ പാത്രത്തിൽ 8/3/4 ലിറ്റർ പാലുണ്ട്. അതിൽ നിന്ന് 1/4 ലിറ്റർ പാൽ ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ രണ്ടിലെയും പാലിൻ്റെ അളവ് തുല്യമാകും. ചെറിയ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പാലിൻ്റെ അളവ് എത്ര? അപ്പോൾ ചെറിയ പാത്രത്തിലെ ആദ്യത്തെ പാലിൻ്റെ അളവാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം വലിയ പാത്രത്തിലുള്ളത് 8/3/4 അതിൽ നിന്നും എത്രയാണ് നിങ്ങൾ എടുക്കുന്നത്? 1/4 അപ്പോൾ അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 1/2 7.5 എന്ന് കിട്ടും. ഇനി 7.5യിൽ നിന്ന്
എന്ത് ചെയ്താൽ മതി? ഇപ്പം നിലവിൽ അതിനകത്ത് നമ്മൾ ഒഴിച്ചത് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 1/4 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6/1/4 കിട്ടും അല്ലേ? അപ്പോൾ 6/1/4 അത്രയും പാലാണ് ചെറിയ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ 6/1/4 എന്ത് കൂട്ടി കുറച്ച് 2/1/4 കുറച്ച് നേരിട്ട് കുറച്ചാൽ മതി. 2/1/4 6/1/4 നേരിട്ട് 2/1/4 കുറച്ചിട്ട് 6/1/4 എന്ന് എഴുതിയാലും മതി. ഇനി സി ക്വസ്റ്റ്യൻ, എ കോളത്തിലെ ഭിന്നസംഖ്യകളുടെ തുക ബി കോളത്തിൽ ഉണ്ട്. അവ യോജിപ്പിച്ച് എഴുതിയത് ശരിയായത് ചുവടെയുള്ളവയിൽ ഏതാണെന്നാണ്. 1/2 + 1/3 ഏതാണ്? ടി ആണ്. 5/6 ആണ്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് 1/3 + 1/5 8/15 ആണ്. വി ആണ്. അടുത്തത് 1/3 + 1/4 ആണ്. അത് 7/12 ആണ്. അപ്പോൾ നമ്മൾ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. M = T, N = V, P = U എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രത്തിൽ 5 ലിറ്റർ പാലുണ്ട്. പാൽ 6 തുല്യ ഭാഗമാക്കിയാൽ ഒരു ഭാഗം ഹരിയും 3 തുല്യ ഭാഗമാക്കിയാൽ ഒരു ഭാഗം സുധയും എടുത്തു. ഹരി എടുത്തത് എത്ര ലിറ്ററാണ്? അപ്പം മൊത്തം ഒരു പാത്രത്തിൽ 5 ലിറ്റർ പാലാണുള്ളത്. പാൽ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ആണ് ഹരിയും 3 തുല്യ ഭാഗമാക്കിയതിൽ ഒന്നാണ് സുധയും എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഹരി എടുത്ത പാൽ എന്ന് പറയുന്നത് 5/6 ലിറ്റർ ആണ്. 5/6 ലിറ്റർ 5/6 ലിറ്റർ ആണ്. ഇനി സുധ എടുത്ത പാലപ്പം എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. സുധ എടുത്തത് എത്രയായിരിക്കും? 5/3 ലിറ്റർ ആയിരിക്കും. 5/3 ലിറ്റർ ആയിരിക്കും സുധ എടുത്തത്. രണ്ടുപേരും കൂടി ആകെ എടുത്തത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. 5/6 + 5/3 5/3 എത്ര കിട്ടി? 15/6 കിട്ടി. ഇതിനെ വേണമെങ്കിൽ വീണ്ടും ചുരുക്കാം. 2/1/2 എന്ന് എഴുതാം. 2 എഴുതിയാലും ഉത്തരം ശരിയാണ്. 15/6 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 2/1/2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ്. 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് 6/10. 6നെ 10 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 1നേക്കാൾ കൂടുതലാണ്. സി 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും 5നെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും തുല്യമാണ്. 10/6 എന്നത് 1നേക്കാൾ കുറവാണ്. ഏതാണ്? സി ആണ് ശരിയായ ഉത്തരം. 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും 5നെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും തുല്യമാണ്. ഇതാണ് എഴുതേണ്ടത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്ര പാറ്റേൺ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാനാണ്. നിങ്ങൾക്ക് വൃത്തം കൃത്യമായി വരയ്ക്കുക, അതുപോലെ 5 തുല്യ ഭാഗങ്ങളാക്കുക, നക്ഷത്രങ്ങൾ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്രം ഒരു ചതുരമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. അതിൻ്റെ എതിർവശങ്ങൾ തുല്യമല്ല. അതിൻ്റെ 2 കോണുകൾ മട്ടക്കോണുകളാണ്. ഏതാണ്? ഓപ്ഷൻ സി. അതിൻ്റെ എതിർവശങ്ങൾ തുല്യമല്ല. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ അല്ലേ? അതുകൊണ്ടാണ് ചതുരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഇതിൻ്റെ അല്ല. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 96 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇതേ നീളവും വീതിയുമുള്ള ചതുരപ്പെട്ടിയുടെ വ്യാപ്തി 96 ഘന സെൻറ്റിമീറ്റർ ആണ്. പെട്ടിയുടെ ഉയരം എത്രയാണെന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ബി, ചതുരാകൃതിയായ നീന്തൽക്കുളത്തിൽ 1,50,000 ലിറ്റർ വെള്ളമുണ്ട്. കുളത്തിന് 2 മീറ്റർ ആഴവും 10 മീറ്റർ വീതിയുമുണ്ട്. ഈ കുളത്തിൽ പകുതി ഉയരത്തിൽ വെള്ളമുണ്ടെങ്കിൽ കുളത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2,50,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 250 ഘനമീറ്റർ ആണ് അല്ലേ? 250 ഘനമീറ്റർ ആണ്. 250 ഘനമീറ്റർ ആണ്. അതായത് 250 / 1 × 10 1 × 10 എഴുതണം. 250 / 1 × 10 നമുക്ക് എത്രയാണ്? 25 മീറ്റർ. 25 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. സി, ഈ കുളത്തിലെ കുറേ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. അപ്പോൾ ബിയുടെ ഉത്തരം 25 മീറ്റർ എന്നാണ് കേട്ടോ. സി ക്വസ്റ്റ്യൻ, ഒരു കുളത്തിലെ കുറേ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഇപ്പോൾ കുളത്തിൽ 40 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. കുളത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്തുന്നതിനുള്ള ക്രിയയെ ചുവടെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒന്നാമത്തെയാണ് അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ബൈ 1000 അല്ലേ. എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.